അബ്ദുള്ള, നമ്മൾ എവിടെ പോവാ അബ്ദുള്ള? ഹെയർ കട്ടിന് പോവാണാ? ഏത് ഡിസൈൻ എടുത്ത് വെച്ചിരിക്കുന്ന? ഏത് മോഡലാന്ന് കാണിച്ചേ? ഏത് മോഡലാ ഹെയർ കട്ട്? You want this? Show me. കട്ടെ. ഓ കാണാൻ പറ്റുന്നുണ്ടോ? You want this style? Okay. അപ്പൊ ഞങ്ങള് പോയിട്ട് ഈ കാർക്കൂന്തൽ ഈ കാർക്കൂന്തൽ ഞങ്ങൾ വെട്ടി ലെവലാക്കി ഈ സ്റ്റൈലിൽ കിട്ടുമോന്ന് അറിയത്തില്ല. പോയിട്ട് വരാം അല്ലേ? ഓക്കെ ഓക്കെ. അങ്ങനെ ഞാനും അബ്ദുള്ളയും കൂടി ഹെയർ കട്ടിന് വേണ്ടി വെസ്റ്റ് റഫയിൽ തന്നെയുള്ളൊരു സലൂണിൽ പോവാണ് കേട്ടോ. സത്യം പറയാനുണ്ടല്ലോ, എനിക്ക് അബ്ദുള്ളൻ്റെ ഹെയർ കട്ട് ചെയ്യുന്നതേ ഇഷ്ടമല്ല. കാരണം മാഷാല്ലാ മോൻ്റെ ഹെയർ എന്ന് പറയുന്നുണ്ടല്ലോ സെയിം പെൺകുട്ടികളെ പോലുള്ള ഹെയർ ആണ് കേട്ടോ. അപ്പം സ്കൂളിലാണെങ്കിൽ ഒട്ടും അലൗഡല്ല ഇങ്ങനെ ഈ ഹെയർ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പം കുറേ നാളായിട്ട് ടീച്ചർ കട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാനാണെങ്കിൽ പിന്നാവട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇപ്പം ഈദിൻ്റെയൊക്കെ അവധി ആയതുകൊണ്ട് ഇനിയിപ്പം ട്യൂസ്ഡേയിൽ സ്കൂൾ ഇറക്കുവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഹെയർ കട്ട് ചെയ്യാണ്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ഞാനാണെങ്കിൽ മനസ്സോടെ അവനെയും കൊണ്ട് ഹെയർ കട്ടിന് വന്നതാണ്. അപ്പം ഞാൻ അവനോട് ചോദിക്കും, നിനക്ക് ഏത് സ്റ്റൈലാണ് വേണ്ടതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ എന്നോട് കുറേ ഡിസൈനൊക്കെ എടുത്ത് കാണിക്കും. എനിക്ക് ഇങ്ങനെ വേണം അങ്ങനെ വേണം. ആളിനാണെങ്കിൽ സലൂണിൽ പോയിട്ട് ഹെയർ കട്ട് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം അവർ ഹെയർ വാഷ് ചെയ്ത് നല്ല ജെല്ലൊക്കെ ഇട്ട് നല്ല സ്റ്റൈലാക്കി വെക്കുമ്പോൾ ഉണ്ടല്ലോ ആൾ ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് പറയും, ഞാൻ മമ്മൂക്കാനെ പോലെ ഇല്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, ഹെയർ കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആൾ പിന്നെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. വെറുതെ എനിക്ക് കുറേ ഉമ്മയൊക്കെ തരലാണ്, എപ്പോഴും അങ്ങനെയാണ്. സാധാരണ ഇതിന് മുന്നേ ഞങ്ങൾ ഹെയർ കട്ട് ചെയ്ത് വരുമ്പം തൊട്ടടുത്തൊരു കോൾഡ് സ്റ്റോർ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് പറയും, ഉമ്മയെ എനിക്ക് അവിടെ നിന്ന് ജെല്ലി മുട്ടായി വേണം, ക്യാൻഡി വേണം എന്നൊക്കെ പറയും. അപ്പം ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ പറഞ്ഞു ജെല്ലി മുട്ടായി ഒന്നും വാങ്ങിച്ച് കഴിക്കരുത്, കൊള്ളില്ലെന്ന് പറഞ്ഞു. അപ്പം അത് ഞാനങ്ങ് മറന്നുപോയി കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ട് ഞാൻ ചോദിച്ചു, ക്യാൻഡി വേണ്ട ജെല്ലി മുട്ടായി ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് കിഡ്സ് മീൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഈ ഒരു സലൂണും ജാസ്മിസിൻ്റെ അടുത്തടുത്താണ് കേട്ടോ. ഒരു 5 മിനിറ്റ് ദൂരമേ ഉള്ളൂ നമുക്ക് നടക്കാനും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ നടന്ന് അങ്ങനെ അവനൊരു കിഡ്സ് മീലും ഞാനൊരു സ്പാനിഷ് ലൈറ്റയും വാങ്ങിച്ച് കുടിച്ചു കേട്ടോ. അങ്ങനെ അവിടുന്ന് ആ ഒരു ഫ്രഞ്ച് ഫ്രൈയും ബർഗറും ആയിരുന്നു കഴിച്ചത്. അങ്ങനെ അതിന് ശേഷം നമ്മളിങ്ങനെ പോകാൻ നേരമായപ്പം അവിടെ മൊഹിറ്റോ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അതിൽ നിന്നൊരു സ്ട്രോബെറിയുടെ മൊഹിറ്റോയും വാങ്ങിച്ച് ഞങ്ങളങ്ങനെ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ആ ഒരു മൊഹിറ്റോ ഞാൻ ഷെവിക്ക് കൊടുത്തു, കാരണം ഞാൻ സ്പാനിഷ് ലൈറ്റ് കുടിച്ചുകൊണ്ട് ഞാനത് കുടിച്ചില്ല കേട്ടോ. എന്നാലും ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല പുളി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ടാറ്റ.